Hello children. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് caveat emptor. ഈ വാക്ക് എന്താണ്? ഇതിൻ്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ലെറ്റ്സ് ചെക്ക് ദാറ്റ്. സോ ആദ്യം നമ്മൾ പറയുന്നതിന് മുമ്പ് caveat emptor എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നത്? ഇത് വന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് ലെറ്റ് ദ ബയർ ബിവെയർ. അതായത് വാങ്ങുന്ന ആള് പ്രോഡക്റ്റ് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വാങ്ങിക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് caveat emptorന്റെ കോൺസെപ്റ്റ്. സോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ഇസ് ഇറ്റ് ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ ഓർ ഇസ് ഇറ്റ് ദ ഡ്യൂട്ടി ഓഫ് ദ ബയർ? Now what is the answer for the same? Obviously the liability is with the purchaser. ബയർ ആണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അതായത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെല്ലർ ഒരിക്കലും പറയില്ല എൻ്റെ പ്രോഡക്റ്റ് പൊട്ട പ്രോഡക്റ്റ് ആട്ടോ, ഇത് പർച്ചേസ് ചെയ്യേണ്ടാട്ടോ എന്ന രീതിയിൽ വിൽ എനി സെല്ലർ സേ ദാറ്റ്? നെവർ, അല്ലേ? അപ്പോൾ ആരാണ് ശ്രദ്ധിക്കേണ്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്? ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബയർ ടു ബി ബിവെയർ. അതായത് ബയറാണ് സൂക്ഷിക്കേണ്ടത്, അല്ലേ? റൈറ്റ്? ഇങ്ങനെ സൂക്ഷിച്ച് പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഇതിലും ചില എക്സെപ്ഷണൽ കേസസ് വരുന്നുണ്ട്. സെക്ഷൻ 16 ഓഫ് സെയിൽ ഓഫ് ഗൂഡ്സ് 1930 ആണ് ഈ caveat emptorന്റെ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് തരുന്നത്. റൈറ്റ്? ഇനി നമുക്കിതിൽ ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് ഇതിന്റെ എക്സെപ്ഷൻസ് എന്ന കോൺസെപ്റ്റ്. നമ്പർ 1, when the product is purchased under a patent or trademark. എന്താ ഈ പേറ്റന്റ്, എന്താ ട്രേഡ് മാർക്ക്? യു നോ ഇറ്റ് വെരി വെൽ, റൈറ്റ്? ഫോർ എക്സാമ്പിൾ ടാറ്റാൻ്റെ പ്രോഡക്ട്സ്, റിലയൻസിൻ്റെ പ്രോഡക്ട്സ്, അതല്ലെങ്കിൽ ടൈറ്റൻ്റെ വാച്ചസ്, ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചസ്, നൈക്കിൻ്റെ പ്രോഡക്ട്സ്, അഡിഡാസിൻ്റെ ഷൂസ്, ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വി ഡിപ്പെൻഡ് അപ്പോൺ വാട്ട് ദ ബ്രാൻഡ് നെയിം, അല്ലേ? അപ്പോൾ ഈ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണോ എന്നൊരു ചിന്ത നമുക്ക് ഒരിക്കലും വരേണ്ട ആവശ്യമില്ല. Right? Why? Because we trust the brand name. So this is one of the exceptional case to caveat emptor. Now let's check point number 2. Fitness as to quality or use. അതായത് the buyer is totally ignorant in selecting the product. അതായത് ബയർക്ക് പ്രോഡക്റ്റിനെ എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന അറിവ് ടോട്ടലി ഇല്ല. ആൻഡ് ദ ബയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്കിൽ ആൻഡ് ജഡ്ജ്മെന്റ് ഓഫ് ദ സെല്ലർ ഇൻ സെലക്ടിങ് ദ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ ബയർ ആരെ അവിടെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത്? സെല്ലറിന്റെ സ്കില്ലും ജഡ്ജ്മെന്റിനെയാണ് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദി സെല്ലർ? ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ ടു സപ്ലൈ ദ പ്രോഡക്റ്റ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ദ ബയർ. റൈറ്റ്? ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്താ വേണ്ടത് എന്ന കാര്യം മാത്രമേ നമ്മുടെ ബയർക്ക് അറിയുള്ളൂ. പക്ഷേ ഈ പ്രോഡക്റ്റിനെ എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന അറിവ് നമ്മുടെ ബയർക്ക് ടോട്ടലി ഇല്ല. അപ്പം ബയർ എന്താ ചെയ്യുന്നത്? ബയറിന്റെ റിക്വയർമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ വാട്ട് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ? യെസ്, ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ ഇസ് ടു സപ്ലൈ ദ പ്രോഡക്റ്റ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ദി ബയർ. ഇതാണ് സിമ്പിൾ കോൺസെപ്റ്റ്. റൈറ്റ്? നൗ ലെറ്റ്സ് ചെക്ക് പോയിന്റ് നമ്പർ 3, where the product has been purchased by description or by sample. അതായത് സാമ്പിൾ കാണിച്ചു കൊടുത്തിട്ടോ അതല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടോ ആണ് ഈ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. റൈറ്റ്? അപ്പോൾ ഇവിടെ സെല്ലർ എന്താ ചെയ്യുന്നത്? പ്രോഡക്റ്റിന്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇഫ് ഇറ്റ് ഇസ് സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ എന്താ ചെയ്യുന്നത്? പ്രോഡക്റ്റിന്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. റൈറ്റ്? സെക്കൻഡ് കോൺസെപ്റ്റ് ഇസ് where the product has been sold by sample. അപ്പോൾ സാമ്പിൾ കാണിച്ചു കൊടുത്തിട്ടാണ് സെല്ലർ ആ പ്രോഡക്റ്റ് വിൽക്കുന്നത്. റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മുടെ ബയർ എന്താ ചെയ്യുന്നത്? പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡെലിവറി ആയി കിട്ടുന്നത്? സോ പ്രോഡക്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് കമ്പൽസറി ആയിട്ട് ഉണ്ടാവണം? ലെറ്റ്സ് ചെക്ക് ദാറ്റ്. എന്തൊക്കെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ ഫീച്ചേഴ്സ് അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, അതേപോലെ എന്തൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ ആ പ്രോഡക്റ്റിലത് കണ്ടിട്ടുണ്ടോ, ഈ ക്വാളിറ്റീസ് എല്ലാം തന്നെ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബയർ ഷുഡ് എക്സ്പീരിയൻസ്. ദിസ് ഈസ് വെരി കീ പോയിന്റ്. റൈറ്റ്? അപ്പോൾ എങ്ങനെയാണ് അത് വരേണ്ടത്? ആ പ്രോഡക്റ്റിന് അഥവാ ആ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ ബയർക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ബയർ ഓഫ് കോഴ്സ് ക്യാൻ റിജക്ട് ദ പ്രോഡക്റ്റ്. റൈറ്റ്? പക്ഷെ caveat emptorന്റെ കോൺസെപ്റ്റ് എന്താ പറയുന്നത്? ഇഫ് ദ പ്രോഡക്റ്റ് ഹാസ് ബീൻ പർച്ചേസ്ഡ് അണ്ടർ സെയിൽ ബൈ സാമ്പിൾ ഓർ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ, ഇവിടെ ബയർ ബിവെയർ ആയിട്ടും നോ പർപ്പസ്. അവിടെ എക്സെപ്ഷണൽ കേസസിലാണ് നമ്മൾ പോകുന്നത്. Now let's check point number 4, where the goods are bought under marketable quality. Marketable quality കോൺസെപ്റ്റ് എന്താണ്? സാധനം വിറ്റ് പോകത്തക്ക വണ്ണമുള്ള ക്വാളിറ്റി ആ പ്രോഡക്റ്റിനകത്ത് നിർബന്ധമായിട്ട് ഉണ്ടാവണം. റൈറ്റ്?
ആ ഫീച്ചർ ഇല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് സെയിലബിലിറ്റി ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഫോർ എക്സാമ്പിൾ, കേടുവന്ന പ്രോഡക്ട്സ് നമ്മൾ പർച്ചേസ് ചെയ്യോ? ഒരിക്കലും ഇല്ല. വൈ? ആ പ്രോഡക്റ്റിന് ഹോൾസംനെസ് ഇല്ല, ആ പ്രോഡക്റ്റിന് മാർക്കറ്റബിലിറ്റി നഷ്ടപ്പെടുന്നു. റൈറ്റ്? സോ നമ്മൾ ഏത് പ്രോഡക്ട്സാണ് വാങ്ങിക്കുക? കംപ്ലീറ്റ്നെസ് ഉള്ള പ്രോഡക്റ്റും അതേപോലെ മെർക്കൻറ്റബിലിറ്റി ഉള്ള പ്രോഡക്ട്സും മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ. സോ ഇതും വൺ ഓഫ് ദി എക്സെപ്ഷണൽ കേസസ് ടു ഡോക്ട്രിൻ ഓഫ് caveat emptor. Now let's take the next point. That is where the seller commits fraud. Suppose നമ്മുടെ സെല്ലർ ഇവിടെ ഫ്രോഡ് കമ്മിറ്റ് ചെയ്ത് എന്താ ചെയ്യാൻ പറ്റുക? ബയർ beware ആയിട്ട് കാര്യമുണ്ടോ? There is no use. Right? So these are the concepts behind doctrine of caveat emptor. I hope the concept is clear. Thank you.